ചെണ്ടകൊട്ടില്ലാതെ നമ്മൾ മലയാളികൾക്ക് എന്താഘോഷം? ചെണ്ടപ്പുറത്ത് കോല് വയ്ക്കുമ്പോൾ തന്നെ വട്ടം കൂടി നിന്ന് താളം പിടിക്കാൻ ശീലിച്ചവരാണ് നമ്മൾ മലയാളികൾ. നമ്മുടെ ആഘോഷങ്ങൾക്ക് ആവേശം പകരുന്ന ചെണ്ടയുടെ കഥ കേൾക്കാൻ അതുകൊണ്ട് തന്നെ ഏതൊരു മലയാളിക്കും കൗതുകമുണ്ടാകും. തമിഴ്നാട്ടിലെ കന്യാകുമാരി, കർണാടകയിലെ തുളുനാട് എന്നീ പ്രദേശങ്ങളിൽ ചെണ്ട പ്രസിദ്ധമാണെങ്കിലും തനി കേരളീയനാണ് ചെണ്ട. പാലക്കാട് ജില്ലയിലെ പെരുങ്കൊല്ലൻ സമുദായത്തിലുള്ളവരുടെ കുലത്തൊഴിലാണ് ചെണ്ട നിർമ്മാണം. പാലക്കാട് ജില്ലയിലെ പെരുവെമ്പ്, നെന്മാറ, വെള്ളാർക്കാട്, വളവായ തുടങ്ങിയ ഗ്രാമങ്ങൾ സന്ദർശിക്കുന്നവർക്ക് ചെണ്ട നിർമ്മാണം നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പാലക്കാട്ടെ വെള്ളർക്കാട് ഗ്രാമമാണ് ചെണ്ട നിർമ്മാണത്തിൽ ഏറെ പ്രശസ്തമായ ഗ്രാമം. ഒരു ചെണ്ട നിർമ്മിക്കാൻ ഏകദേശം 20 ദിവസങ്ങൾ വേണ്ടിവരും. പ്ലാവാണ് ചെണ്ടക്കുറ്റി നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കാറുള്ള മരം. കൊട്ടി നോക്കി തൃപ്തിയായതിനു ശേഷം മാത്രമേ ചെണ്ട ആവശ്യക്കാർക്ക് കൈമാറുകയുള്ളൂ. അതുവരെ ചെണ്ടയുടെ മേലുള്ള മിനുക്കുമണികൾ തുടർന്നുകൊണ്ടേയിരിക്കും. ചെണ്ടകൾ 2 തരക്കാരാണ്: ഉരുണ്ട ചെണ്ടയും വീക്കൻ ചെണ്ടയും. ചെണ്ടമേളത്തിനിടയിൽ താളമിടാൻ മാത്രമാണ് വീക്കൻ ചെണ്ടകൾ ഉപയോഗിക്കാറുള്ളത്. മറ്റ് ആവശ്യങ്ങൾക്ക് ഉരുട്ടുചെണ്ടയാണ് ഉപയോഗിക്കാറുള്ളത്. അസുരവാദ്യം എന്നറിയപ്പെടുന്ന ചെണ്ട ദേവവാദ്യമായും ഉപയോഗിക്കാറുണ്ട്. ഇതെങ്ങനെയാണെന്നല്ലേ? ചെണ്ടയ്ക്ക് 2 വശങ്ങളുണ്ട്. ഇടന്തല, വലന്തല എന്നിങ്ങനെയാണ് ഇവ അറിയപ്പെടുന്നത്. ഇടന്തലയിൽ കോൽ വയ്ക്കുമ്പോഴാണ് കൂടുതൽ മുഴക്കം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ചെണ്ടമേളങ്ങളിൽ ഇടന്തലയിൽ ആണ് കൊട്ടാറുള്ളത്. ചെണ്ടയുടെ ഇടന്തലയാണ് അസുരവാദ്യമായി അറിയപ്പെടുന്നത്. എന്നാൽ ചെണ്ടയുടെ വലന്തല കട്ടി കൂടിയ തുകൽ കൊണ്ട് നിർമ്മിച്ചതിനാൽ താരതമ്യേന ശബ്ദത്തിന് മുഴക്കം കുറവായിരിക്കും. അതിനാൽ വലന്തല ദേവവാദ്യമായി അറിയപ്പെടുന്നു. തായമ്പക, ശിങ്കാരിമേളം, പാണ്ടിമേളം, പഞ്ചാരിമേളം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് നമ്മുടെ ചെണ്ട. മാരാർ സമുദായമാണ് പ്രധാനമായ ചെണ്ടകൊട്ടുകലയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമുദായം. പണ്ട് മുതൽക്കേ തന്നെ ക്ഷേത്രങ്ങളിൽ ചെണ്ടയ്ക്കും ചെണ്ടമേളങ്ങൾക്കും സ്ഥാനമുണ്ടായിരുന്നു. 3 കിലോമീറ്റർ ദൂരത്തിൽ അധികം ചെണ്ടയുടെ ശബ്ദം കേൾക്കാമെന്നതിനാൽ പണ്ടുകാലത്ത് വിളംബരങ്ങളൊക്കെ നടത്തിയിരുന്നത് ചെണ്ടകൊട്ടിയായിരുന്നു.